മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പോഴും വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന ഒരു പ്ലാവിനുമുണ്ട്. വർഷത്തിൽ 2 തവണ ചക്ക പിടിക്കുന്നതും എന്നാൽ 1.5 വർഷം കൊണ്ട് തന്നെ മികച്ച കായ്ഫലം തരുന്നതുമായ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന പ്ലാവിന് ഇപ്പോഴത്തെ വളപ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ പ്ലാവ് നട്ടിട്ട് ഇപ്പം ഏതാണ്ടൊരു 8 മാസം ആയതേ ഉള്ളൂ. കഠിനമായ ഈ ചൂട് തുടങ്ങുന്നതിൻ്റെ 1 മാസം മുമ്പാണ് ഈ പ്ലാവ് എനിക്ക് ലഭിച്ചതും ഞാൻ നട്ടതും. തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ നിന്നും ലഭിച്ച ഈ പ്ലാവാണ് ഞാനിപ്പോഴിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ നട്ടത് സാമാന്യം വലിയ ഒരു കുഴിയെടുത്ത് ഈ കുഴിയിൽ ചപ്പ് ചവറുകളും ഏതാണ്ട് 1/2 കിലോ എല്ലുപൊടിയും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ കമ്പോസ്റ്റും ഇട്ട് ആ കുഴി അങ്ങ് മൂടിയതിന് ശേഷം ഒരു മാസം വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ആ സമയത്തെല്ലാം ഈ പ്ലാവിൻ്റെ തൈ ആ കവറിലിരിക്കുകയായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുഴി കുന്താലി ഉപയോഗിച്ച് കുഴി ചെറുതായിട്ടൊന്ന് കുഴിച്ച് ഈ പ്ലാവിൻ്റെ തൈ വളരെ സൂക്ഷ്മതയോടെ കവറിൽ നിന്നും ബ്ലേഡ് ഉപയോഗിച്ച് കീറി ഈ തൈ അതിനകത്ത് ഇറക്കി വെച്ചു. വീണ്ടും ചവിട്ടി ഉറപ്പിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷമുള്ള വളപ്രയോഗ രീതി ഞാൻ നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ശേഷം മഴയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ് വളം ചെയ്യുന്നതെന്നും അത് 1.5 കൊല്ലത്തിനകത്ത് വെച്ച് മികച്ച കായ്ഫലം തരാൻ ഉപയുക്തമാകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ജൈവവളമാണ് നമ്മുടെ ഈ പ്ലാവിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രാസവളം ഉപയോഗിക്കുന്നതോട് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്ലാവിൻ്റെ ഈ ചുവട് വേനൽക്കാല സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളമായ ചപ്പ് ചവറുകളും അതുപോലെ തോലും ഒക്കെ ഇട്ടിരുന്നു. ഇത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ തോല് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്ലാവിൻ്റെ ചുവട് തോല് മാറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, ഇതേപോലെ ഒരു മാന്തി എടുക്കുക. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ മാന്തി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലുള്ള ഈ തോല് പതുക്കെ ഒന്ന് മാറ്റുന്നത്. വേനൽക്കാലത്ത് ചൂട് തട്ടി ഒരു കാരണവശാലും ഇത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളമായ കരിയിലയും തോലുമൊക്കെ വാരിയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കഠിനമായ വേനൽക്കാലത്തും ഇതിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല നല്ല പച്ചിപ്പും ഊർജ്ജസ്വലതയും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ തോലും കരിയിലയും നമ്മൾ വശങ്ങളിലേക്ക്, ഈ പ്ലാവിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, ഇതിപ്പോൾ ചെയ്യണം, ഈ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ തടം നമുക്കറിയാണ്ട് നല്ല വിസ്തൃതിയായി. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്കറിയാം ഏത് കൃഷിക്കും വളരെയധികം അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട ഒരു വളമാണ് എല്ലുപൊടി. നമുക്കറിയാം നമ്മുടെ വിളകൾ ഇപ്പോൾ പ്ലാവായാലും അതുപോലെ തന്നെ മാവായാലും എന്തുവായാലും ഈ വിളകളുടെ സസ്യങ്ങളുടെ വേരുകൾക്ക് ശക്തി ആർജിക്കണമെങ്കിൽ എല്ലുപൊടി അത്യാവശ്യമാണ്. ശക്തമായ വേരുപടലം ഉണ്ടെങ്കിൽ മാത്രമേ ആ സസ്യത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ചുറ്റും എല്ലുപൊടി, ഇതിപ്പോൾ 250 ഗ്രാം എല്ലുപൊടിയുണ്ട്. എല്ലുപൊടി നമ്മൾ വിതറി കൊടുക്കുകയാണ്. 250 ഗ്രാം എല്ലുപൊടി നമ്മളിങ്ങനെ വിതറി കൊടുക്കുകയാണ്.
അല്പം ദൂരക്കൂട്ടിയൊക്കെയാണ് നമ്മൾ വിതറി കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കമ്പോസ്റ്റാണ്. നിങ്ങൾ കണ്ടുണ്ട്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രയാസവുമില്ല. നമ്മുടെ അടുക്കളയിലുള്ള അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ കഴുകുമ്പോൾ ആ വെള്ളം, അത് കണ്ടിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ, അതുപോലെ മീൻ, ഇറച്ചി എന്നിവ കഴുകുമ്പോഴത്തെ വെള്ളം, പിന്നെ പഴത്തൊലി, മുട്ടത്തോട്, ഇവയെല്ലാം നമ്മൾ ഈ ഏതെങ്കിലും ഒരു ടാങ്കിലോ ഒരു കന്നാസിലോ ഒരു കവറിലോ ചാക്കിലോ ഒക്കെ ഇട്ട് വെച്ചിരുന്ന് 2, 3, 4 മാസം കഴിയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ വളമായി മാറും. അതാണ് കമ്പോസ്റ്റ് വളം. ഇത് ഒരു ചട്ടി വളമാണ് ഒരു മൂട് പ്ലാവിനായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. നമുക്ക് ആർക്കും വിലയൊന്നും കൊടുക്കാതെ പറ്റുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത് അറിയാവുന്നതായിരിക്കാം. ഇത് ഒരുതരം ലായനി വളമാണ്. ലായനി വളം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പശുവിന് കൊടുക്കുന്നതാണ്. വേപ്പിൻമാക്കും കടലപ്പിണ്ണാക്കും ഒരു കൈവീതം നമ്മൾ എടുത്തിട്ട് കുറച്ച് ബക്കറ്റിനകത്ത് വെള്ളത്തിനകത്ത് ഇതിട്ട് വെക്കുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും രാവിലെയും ഒരു കമ്പിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദ്രാവകമായി മാറും. ഈ ദ്രാവകം വേരുകൾക്ക് ഏതെങ്കിലും സസ്യങ്ങളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളർച്ച ത്വരിതപ്പെടുത്താനും കായ്ഫലം വളരെ പെട്ടെന്ന് ലഭ്യമാക്കാനും ഇത് മൂലം സാധിക്കും. ഇത് എല്ലാ സസ്യങ്ങൾക്കും പറ്റും. പ്ലാവും മാവും മാത്രമല്ല, പച്ചക്കറികൾ, ചെടികൾക്ക് ഇതെല്ലാം പറ്റും. അപ്പോൾ ഒരു 7 ദിവസത്തിൽ കൂടുതൽ വെച്ചേക്കരുത്. 7 ദിവസം കഴിയുമ്പോൾ ഇതിന് ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മൂന്നാമതായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതല്പം ദൂരക്കൂട്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 3 വളം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ട് ഒരു 10 ലിറ്റർ വെള്ളമാണ്. 10 ലിറ്റർ കൊള്ളുന്ന ഒരു ക്യാനാണ്. ഈ ക്യാനിനകത്ത് 10 ലിറ്റർ വെള്ളം നമ്മൾ ഈ വളത്തിൻ്റെ എല്ലാം മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 3 വളം ചെയ്തതിന് ശേഷം 10 ലിറ്റർ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുക, പ്രിയമുള്ള പ്രേക്ഷകർ, ഇത് കാണുക. ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ വശങ്ങൾ, ഇതിൻ്റെ സാങ്കേതിക മികവ്, ഇത് തുടർന്ന് ഉപദേശിക്കാനുള്ള ഒരു പ്രയോജനം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര നമ്മൾ ആയതിനു ശേഷം ഇനി നമ്മൾ പോകരുത്. ഈ വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഇടുന്നതിന് ഞാൻ അല്പം അകലെ നിന്നാണ് ഈ മണ്ണ് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അല്പം മണ്ണ്, കുറേശ്ശെ മണ്ണ് മതി. ഒരു 4 ഇഞ്ച് കനത്തിൽ മണ്ണിട്ടാൽ മതി. 4 ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണിട്ടു. ഇനിയും നമ്മുടെ ജോലി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇട്ട വളങ്ങൾ മഴ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോകാതിരിക്കാനും ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി കരിയിലയോ തോലോ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ചീമക്കൊന്നയുടെ തോലാണ്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത്രയായപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ വളമിടിയിൽ എന്ന സംഗതികൾ പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്ലാവ് 1.5 കൊല്ലത്തിനിടയിൽ കായ്ഫലം ലഭിക്കുമെന്നും സ്വാദിഷ്ടവും മധുരമൂർന്നതുമായ വിയറ്റ്നാം സൂപ്പർ ലീഡ് ചക്ക ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വളങ്ങൾ ഒരു പ്രാവശ്യം ഒക്കത്തില്ല. ഇതിനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുണ്ടാക്കിയ ലായനി വളം ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ഇതിൻ്റെ ചുവട്ടിൽ തളിച്ചു കൊടുക്കുകയും മഴയില്ലെങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നിശ്ചയിച്ചതുപോലെ തന്നെ 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുകയും മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഉറപ്പ് വരാം. അതിൻ്റെ കൂടെ വീഡിയോ അനുബന്ധമായി നമ്മൾ ഭാവിയിൽ ഇടുന്നതാണ്. ഇതുവരെ
ഇലഞ്ഞൂർ ബ്ലോഗിലെ വീഡിയോകൾ കണ്ട് സന്തോഷമായിട്ടുള്ളവർ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പിന്നെ ഞങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.